ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസഫലം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽ പെടുന്നവർക്കും മേടലഗ്നക്കാർക്കും ജൂലൈ മാസം എങ്ങനെയാകും. ആദ്യം നമുക്ക് ഈ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ 5 സ്ഥിതി ചെയ്യുകയാണ്. 28 ആ ചൊവ്വ 6 രാശി മാറുന്നു. സൂര്യനാണെങ്കിൽ 16 3 നിന്നും 4 രാശി മാറുന്നു. ബുധനാണെങ്കിൽ 4 സ്ഥിതി തുടരുന്നു. ഗുരു 3 സ്ഥിതി തുടരുന്നു. ശുക്രനാണെങ്കിൽ 26 2 നിന്നും 3 രാശി മാറുന്നു. ശനി 12 സ്ഥിതി തുടരുന്നു. രാഹു 11 കേതു 5 സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ജൂലൈ മാസത്തെ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അവരുടെ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ആരോഗ്യസ്ഥിതി ജൂലൈ മാസത്തിൽ എങ്ങനെയെന്ന് നോക്കാം. ജൂലൈ മാസത്തിൽ പ്രത്യേകിച്ച് ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ത്രികോണ സ്ഥാനത്ത് 5 നിൽക്കുകയാണ്. ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും ചില മൈനർ ഇഷ്യൂസ് ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 5 ചൊവ്വയും അതുപോലെ കേതുവും യോഗം വരുന്നുണ്ട്. അത് 10-ാം തീയതി മുതൽ അത് പൊതുവെ വൈകാരികമായിട്ട് ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിനും മാനസികമായിട്ട് ഒരു പിരിമുറുക്കമൊക്കെ ഉണ്ടാകുന്നതിനും ആ കുജൻ്റെയും കേതുവിൻ്റെയും യോഗം 5 വരുന്നത് വഴിതെളിക്കും. 7:30 ശനിയുടെ സമയമാണ്. അപ്പം നമുക്ക് യുക്തിസഹമായിട്ട് ചിന്തിക്കാതെ പ്രതികരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകും. അവിടെ ഒരു കെയർ വേണം. ചില കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയാണ് 5 ആ ചൊവ്വയും അതുപോലെ കേതുവും സ്ഥിരീക വഴി ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് തീരുമാനം എടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ യഥാർത്ഥ ശത്രുക്കൾ ഏതെന്ന് തിരിച്ചറിയാനാകാത്ത ഒരു മാനസികാവസ്ഥയാണ്. ഇപ്പോൾ പ്രകോപനത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാകും. ചിലപ്പോൾ ഒരു മൗനത്തിൻ്റെ സ്വഭാവവും ഈ സമയത്തുണ്ടാകും. കാരണം 5 കേതുവും അതുപോലെ ചൊവ്വയും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഒക്കെ നമുക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ വരുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ വേണം. കാരണം 8 ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇനി നമുക്ക് ഈ കൂറുകാരുടെ തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ശനി 12 നിൽക്കുകയാണ്. 7:30 ശനി സമയമാണ്. ഇപ്പോൾ നേട്ടത്തിൻ്റെ സ്ഥാനത്താണെങ്കിൽ രാഹു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ പൊതുവെ ശനി 12 നിൽക്കുന്നത് കൊണ്ട് കർമ്മഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം 12 നിൽക്കുക എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ട് ഒരു തൊഴിലിടത്തൊരു പെട്ടെന്ന് ഒരു മാറ്റത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ തൊഴിലിടത്ത് എന്തെങ്കിലും ചലഞ്ചസ് അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. യാത്രകൾ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ, ഒരു അലച്ചിൽ, അതുപോലെ വർക്ക് പ്രഷറൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ തൊഴിലിടത്തൊരു സുഖക്കുറവ് വേണമെങ്കിൽ ഈ കുറുകാർക്ക് ഈ 12 കർമ്മഭാവാധിപനായിട്ടുള്ള ശനി നിൽക്കുക വഴി ഉണ്ടാകാം. ഇപ്പോൾ ആദ്യ പകുതി കഴിയുമ്പോൾ കർമ്മസ്ഥാനത്തൊക്കെ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അതായത് ഒരു 16 മുതൽ സൂര്യൻ്റെ ദൃഷ്ടി ആ കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട്. അതൊക്കെ ചിലർക്ക് തൊഴിലിലൊക്കെ ഒരു സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ തൊഴിലിൽ ആദ്യ പകുതിയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രയാസങ്ങൾ മാറുന്നതിനൊക്കെ അത് സാധ്യതയുണ്ട്. അപ്പോൾ ചിലർക്കാണെങ്കിൽ തൊഴിലിടത്ത് ചിലപ്പോൾ അധികമായിട്ടുള്ള എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളൊക്കെ ആ സമയത്ത് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു എന്ന് വരാം. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകർക്ക് ആദ്യ പകുതി അല്പം അനുകൂലമല്ല എന്ന് പറയാം. അവസാന പകുതി പൊതുവെ അനുകൂലമാണ്. ഇപ്പോൾ സർക്കാർ തൊഴിലൊക്കെ കാത്തിരിക്കുന്നവർക്ക്
അവസാനത്തെ പകുതി കുറച്ച് അനുകൂലമായിട്ടുള്ള സ്ഥിതി കാണുന്നു. കാരണം 10 ആ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്, ബുധൻ്റെ ദൃഷ്ടിയുണ്ട്. പക്ഷേ എങ്കിലും ഈ 13 മുതൽ കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിൽ 12 സഞ്ചരിക്കുന്നതാണ്. അത് പൊതുവെ തൊഴിൽപരമായിട്ട് നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം. അപ്പോൾ ആ ശനിയൊക്കെ കുജനൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ വിദേശത്ത് വർക്ക് ചെയ്യുന്നവരും അവസാനത്തെ പകുതി തൊഴിലിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽ മാറ്റത്തിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ഇഷ്ടസ്ഥാനത്താണ്, അത് 4 നിൽക്കുകയാണ്. ശുക്രൻ ധനസ്ഥാനത്തുണ്ട്, അതുപോലെ ഗുരു 7 ദൃഷ്ടിയുണ്ട്. ഇപ്പോൾ പൊതുവേ നമുക്ക് അത് ബിസിനസ്സിന് പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമാകുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. ഇപ്പോൾ ദൈനംദിന വരുമാനങ്ങളൊക്കെ വർദ്ധിക്കും, അതുപോലെ ലാഭവർദ്ധനവിനുമൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. വിദേശ വിപണനമൊക്കെ പൊതുവെ ഗുണകരമാകുന്നതിനും സാധ്യത കാണുന്നു. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 4 അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഗുരുവുമായിട്ട് ആ 3 ആദ്യ പകുതി യോഗം ചെയ്യുന്നുണ്ട്. അവസാനത്തെ പകുതി ആ സൂര്യനും ബുധനുമായിട്ട് 4 സ്ഥിതി വരുന്നുണ്ട്. അതൊക്കെ പൊതുവെ പഠനത്തിനും പരീക്ഷകൾക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. കാരണം 9ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ 9ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ആ 9ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവർ സെലക്ട് ചെയ്ത വിഷയങ്ങളിൽ നല്ല ഒരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ കഴിയും. അതുപോലെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ആ പഠനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയവും കൂടിയാണ്. എങ്കിലും 7.5 ശനി സമയമൊക്കെ ആണ് എന്നുള്ളത് കൊണ്ട്, അതുപോലെ 5 കുജനും കേതുവും ഒക്കെ സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട്, അതുപോലെ അതൊക്കെ അവസാന പകുതിയൊക്കെ ആവുമ്പോൾ നമ്മൾ ഈ ഉപരിപഠനത്തിലൊക്കെ ഒരു ആലസ്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഒരു ഉദാസീനതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ 5ന്റെ 12ലേക്കൊക്കെ വരുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ധനസ്ഥിതി നോക്കുമ്പോൾ ധനസ്ഥാനാധിപൻ എന്ന് പറയുന്ന ശുക്രനാണ്. ആ 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 2 ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. അതുപോലെ 11 രാഹു ഉണ്ട്, 11ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു 11 നോക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ധനാഗമം കൂടുന്നതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. കടബാധ്യതകൾക്ക് നിവർത്തിക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഈ 11ാം ഭാവാധിപനായിട്ടുള്ള ശനി 12ൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് അത് ധനവ്യയം കൂടാൻ ഇടയാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. എങ്കിലും 12ലെ ശനി ജൂലൈ 13 മുതൽ വക്രത്തിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഈ ധനവ്യയം നിയന്ത്രിക്കാനും സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം ഈ കൂറുകാർക്ക് എങ്ങനെയെന്ന് നോക്കാം. ഈ ലഗ്നക്കാർക്ക് ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ 2 ബലവാനായിട്ട് നിൽക്കുകയാണ്. 7ലാണെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും. വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനുമൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് കാണുന്നത്. അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ 5ലാണ്. അത് പ്രണയചിന്തയൊക്കെ ഉണ്ടാക്കും. എങ്കിലും അവിടെ ആ ചൊവ്വ കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നതുകൊണ്ട്, 5ൽ യോഗം വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ഒരു ക്ഷോഭിക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് മാനസികമായിട്ട് ഒരു പിരിമുറുക്കമൊക്കെ ചിലപ്പോൾ ഈ കമിതാക്കൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഇനി ദാമ്പത്യ ബന്ധം ചിന്തിക്കുമ്പോൾ ശുക്രൻ 2ൽ നിൽക്കുന്നു, 7ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ്. പൊതുവെ ദാമ്പത്യ ബന്ധമൊക്കെ സന്തോഷകരമാകും എന്ന് തന്നെ പറയാം. മാത്രമല്ല ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ആ
പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും സാധ്യതയുണ്ട്. പൊതുവേ ദമ്പതിമാർക്ക് ഒരു ആത്മീയ ചിന്തയൊക്കെ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ അവരുടെ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യത കാണും. നമ്മൾ കുടുംബജീവിതമൊക്കെ നോക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ആ ശുക്രൻ 2ൽ തന്നെ ബലവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ അതുപോലെ കുടുംബ അംഗങ്ങൾ ഒത്തുകൂടുന്നതിനും ചിലപ്പോൾ അവർക്ക് ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പം പൊതുവെ നമുക്ക് കുടുംബത്തിലെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൂടുന്ന സമയമാകും. കുടുംബകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ ശ്രമം ഉണ്ടാകും. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ധനസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതേസമയം ഈ ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ കേതുവുമായിട്ട് അവസാന പകുതി യോഗം വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ മാനസികമായിട്ട് ഒരു ടെൻഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ പുതിയ കാര്യങ്ങളെ പറ്റിയൊക്കെ തീരുമാനം എടുക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ആ കുജനും കേതുവുമായിട്ടുള്ള യോഗം 5ലുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു പോകുന്നവർക്ക് പൊതുവെ ഗുണാനുഭവം കുടുംബജീവിതത്തിലും അതുപോലെ ദാമ്പത്യ ബന്ധത്തിലുമൊക്കെ ഉണ്ടാകാം. വിവാഹ നിശ്ചയത്തിലുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. ജൂലൈ 2, 3, അതുപോലെ 7, 8, 16, 17, 29, 30, 31 ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. ചില ഗുണാനുഭവങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ ശുഭകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും തുടക്കം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും നമ്മൾ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും, അത് ഏത് നക്ഷത്രക്കാരായാലും മേടലഗ്നക്കാർക്കും ഉള്ള ഒരു പൊതു ഫലമാണ് പറഞ്ഞത്. അപ്പോൾ ഈ മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാരിൽ ചിലർ മാത്രമേ മേടലഗ്നക്കാരായിട്ട് കാണാറുള്ളൂ. അപ്പം ബാക്കിയുള്ളവരെല്ലാം മറ്റ് ലഗ്നരാശികളിൽ പെടുന്നവരായിരിക്കാം. അപ്പം മേടക്കൂറിൽ പെടുന്ന വ്യത്യസ്ത ലഗ്നരാശികളായിട്ട് വരുന്ന ആളുകൾ അവരുടെ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ, ഇപ്പോൾ നടക്കുന്ന അപകാരം, അതൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ, ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ഈ പൊതുഫലത്തിൽ ചെറിയ വ്യതിയാനം വരും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.